ജാസ്മിൻ്റെ കാര്യം ആകെ അവതാളത്തിലാണെന്ന് ജാസ്മിൻ ഇപ്പോൾ പതിയെ മനസ്സിലാകുന്നുണ്ട്. അതിനടിസ്ഥാനമായുള്ള കാരണം എന്ന് പറയുന്നത് പുറത്തുപോയി വരുന്ന ഓരോരുത്തരും ജാസ്മിൻ്റെ അടുത്ത് വളരെയധികം മോശമായി പെരുമാറുന്നു എന്നതാണ്. ഇപ്പോൾ പുറത്തു പോയിട്ട് തിരികെ വന്നത് സിജോയാണ്. 4 ആഴ്ചകൾക്ക് മുൻപാണ് സിജോ വീട് വിട്ട് പുറത്തുപോയത്. ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ചില ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ആവശ്യത്തിനായിരുന്നു സിജോ പോയതെന്നും എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ടാസ്കിൽ രാവിലെ നിങ്ങൾ ബിഗ് ബോസ് ട്രോഫി വിജയിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ മറുകയിൽ നിൽക്കുന്നത് ആരായിരിക്കുമെന്നും അതുപോലെ ട്രോഫി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക എന്നും ആരോടൊക്കെ നന്ദിയുള്ളവരായിരിക്കുമെന്നുമാണ് ചോദ്യം വന്നത്. നല്ലൊരു ടാസ്ക് ആയിരുന്നു. ജാസ്മിനെ തന്നെയായിരുന്നു എല്ലാവരും ഉന്നം വെച്ചത്. ജാസ്മിൻ പറയുന്നു, അപ്പുറത്തെ കയ്യിൽ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ എൻ്റെ മോശം സമയത്ത് എൻ്റെ കൂടെ നിന്നത് ഗബ്രിയും റസ്മിനുമാണ്. എനിക്ക് കിട്ടുന്ന ട്രോഫി അവർക്ക് കൂടി ഉള്ളതാണെന്ന് ജാസ്മിൻ പറഞ്ഞു. മാലാഖ കളിച്ച് പുറത്ത് എറിക്കാൻ പോയപ്പോഴേക്കും സിജോ വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് കിട്ടുന്ന 50 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം വീതം ഇവർക്കും കൊടുക്കുമോ എന്നായിരുന്നു. ഇതിനെല്ലാവരും ചിരിക്കുന്നുണ്ട്. ജാസ്മിൻ ചിരിക്കുന്നില്ല. ജാസ്മിൻ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടായിരുന്നില്ല. ജാസ്മിൻ ആകെ പെട്ടുപോയൊരവസ്ഥയാണ്. എന്ത് മറുപടി പറയുമെന്ന് അറിയില്ലായിരുന്നു. ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, ആ സമയത്ത് ഒരു മൂഡ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ചിന്ത പോലെ ഇരിക്കും എന്ന് ജാസ്മിൻ പറയുന്നുമുണ്ട്. അത് സിജോ ചോദിച്ചത് കുറുക്കി കൊള്ളുന്ന ചോദ്യം തന്നെയായിരുന്നു. എല്ലാവരും പറയും ഈ ട്രോഫി നിങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നൊക്കെ, അതെല്ലാവരും പറയാറുണ്ട്. എന്നാൽ അതിന് അവകാശപ്പെട്ട പൈസ തുകയാണ് എല്ലാവർക്കും ആവശ്യം. അതാരും ആർക്കും നൽകാറില്ല. ജാസ്മിൻ നൽകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ജാസ്മിൻ നൽകുമെങ്കിൽ ശരി എന്നാണ് സിജോ പറഞ്ഞത്. സിജോയുടെ കുറുക്കി കൊള്ളുന്ന ആ ചോദ്യം എല്ലാവരെയും ഞെട്ടിച്ചു. ജാസ്മിൻ ആകെ പെട്ടുപോയൊരവസ്ഥയായിരുന്നു. എന്തു പറയണമെന്നും അറിയില്ലായിരുന്നു. ഒന്നെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കില്ല. ഇതിനപ്പുറം ഒരു മറുപടിയോ ചോദ്യമോ അതിനപ്പുറമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്തിനായിരിക്കും സിജോ അങ്ങനെ പറഞ്ഞതെന്ന് നിരവധി പേർ ചോദിക്കുന്നു. എന്തു തന്നെ ആയാലും 4 ആഴ്ചകൾക്ക് മുൻപ് പുറത്തായ ഈ ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെയുള്ള കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും. ആരുടെ വശം നിൽക്കണം, ആരുടെ വശം നിൽക്കണ്ട എന്നൊക്കെ ഇതിനോടകം തന്നെ പുള്ളി പഠിച്ചിട്ടുമുണ്ടായിരിക്കും. അതനുസരിച്ച് തന്നെയായിരിക്കും ഇപ്പോൾ ജാസ്മിനെതിരെ നിൽക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. അതാണ് കാണാൻ സാധിക്കുന്നതെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിരവധി കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ രാവിലത്തെ ടാസ്കിൽ പറയുകയും ഉണ്ടായി. ജാസ്മിനെ കുറുക്കി കൊള്ളുന്ന രീതിയിൽ, ജാസ്മിനെ കുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം സിജോ കളത്തിലിറങ്ങിയിരിക്കുന്നത്. 4 ആഴ്ചയ്ക്ക് മുൻപ് ഒരാളുടെ ഫിസിക്കൽ അസോൾട്ട് കാരണം ഇറങ്ങിപ്പോകേണ്ടി വന്ന സിജോ ഇപ്പോൾ ഭംഗിയിലും തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. എന്ത് പറയണമെന്നറിയാതെ മുന്നിട്ട് നിൽക്കുന്നവരുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക്, ബിഗ് ബോസ് ആരാധകരുടെ ഇടയിലേക്ക് തന്നെയാണ് ഇത്തരം ചർച്ചകൾ നീണ്ടു നിൽക്കുന്നത്. എന്തിനായിരിക്കും ജാസ്മിനോട് സിജോ അങ്ങനെ പറഞ്ഞത്? പക്ഷെ സിജോ പറഞ്ഞത് കൃത്യമായ മറുപടിയാണെന്ന് എല്ലാവരും എടുത്തു പറയുന്നു. ജാസ്മിനോട് പറഞ്ഞതല്ലേ കൃത്യമായ മറുപടി? അവൾക്ക് റസ്മിനും ഗബ്രിയും ഒരുപോലെയാണെങ്കിലും അവരാണ് അവളുടെ കൂടെ നിന്നിരുന്നെങ്കിലും അവൾ ട്രോഫി നൽകുമെങ്കിൽ അവൾ എൻ്റെ പ്രൈസും നൽകാൻ തയ്യാറാകണം. 50 ലക്ഷം കിട്ടുമ്പോൾ അതിൽ കുറച്ച് അവർക്കൊക്കെ കൊടുക്കുന്നതിൽ കാര്യമുണ്ട് എന്നും അതൊക്കെ അവർക്കും അനിവാര്യമായ കാര്യമാണെന്നും പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.